ഓരോ കൗണ്ടിങ് ദിവസം ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരും. എബൌട്ട് അച്ചീവ്മെന്റ് 21 ദിവസം വേണം. 3 ആഴ്ച നമ്മൾ പറഞ്ഞു തന്നെ 3 ആഴ്ചയിൽ കൗണ്ടിങ് വരാൻ. ഈ 21 ദിവസം കൊണ്ട് സാറ് എന്റെ ടീമിൽ നിന്ന് 5 ആളുകൾ മുതൽ 5 ആളുകൾ ഇൻഡു ഇത്ര ബിസിനസ്സുകളും 21 ദിവസം കൊണ്ട് വരണം. അപ്പൊ ഓരോ ആഴ്ചയിൽ എത്ര ബിസിനസ് കയറണം, ഒരു ദിവസത്തിൽ എത്ര ബിസിനസ് കയറണം, ഒരു അച്ചീവ്മെന്റ് എത്ര വരണം എന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾ ഇവിടെ അങ്ങോട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത്. കൃത്യമായിട്ട് DTCന്റെ പോലുള്ള ആളുകളെ പെട്ടെന്ന് വെക്കുക, അതിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കുക. എന്തെങ്കിലും ഒരു ആശങ്ക അത് ഇന്നോ നാളത്തോട് കൂടിയിട്ട് തീരുമാനമാക്കണം. കാരണം സാറേ ഞങ്ങൾ അങ്ങനെ അറിഞ്ഞില്ല, ഇങ്ങനെ അറിഞ്ഞില്ല, അതിനൊരു കഴിച്ച് ഇങ്ങനെ ആയിരുന്നു, ഒന്നും പറയാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു ലീഡേഴ്സ് പറയുന്നുണ്ടെങ്കിൽ ആ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള DTCനെ വിളിച്ചിട്ട് നമ്മൾ പറയേണ്ടതൊക്കെ പറയും. കാരണം ഒരിക്കലും ഇങ്ങനെ സക്കാദം ഇതിങ്ങനെ ഒരു വട്ടം പറഞ്ഞ് പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഒറ്റ തവണ പറയും, മനസ്സിലായില്ല വീണ്ടും ചോദിക്കാം, മനസ്സിലാക്കാം, അത് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകാൻ പാടുള്ളൂ. അല്ലാതെ സാറേ ഞാൻ 21 ദിവസത്തിന്റെ സാറ് ഇത്ര ഉള്ളൂ ക്രൈറ്റീരിയ, ഞങ്ങൾക്ക് അച്ചീവ്മെന്റ്, അങ്ങനത്തെ ഒരു വാക്കിന് ആരെങ്കിലും ഭാഗത്തു നിന്ന് കേട്ടാൽ ഇസ്മാൻ സാറുടെ ഭാഗത്ത് നിന്ന് കർശനമായിട്ടുള്ള ഇതുണ്ടായി. കാരണം ആ ലെവലിലേക്ക് നമ്മൾ പോകരുത്. ഇനി അങ്ങോട്ട് ഞങ്ങൾ അറിഞ്ഞില്ല, ചെയ്തില്ല, അങ്ങനെ ആയിരുന്നു ഒരു കാരണവശാലും പറയരുത്. തീർച്ചയായിട്ടും നമുക്ക് 21 ദിവസം കഴിഞ്ഞാൽ വലിയ സെലിബ്രേഷൻ നമുക്ക് നടത്തേണ്ടതുണ്ട്. ഒരു പക്ഷേ നമ്മൾ RTP എനിക്ക് സങ്കടകരമായിട്ട് പറയാനുള്ള വെച്ചാല് അവിടെ എത്രയോ നമ്മളെ കയറ്, അതുപോലെ തന്നെ ഒരുപാട് എക്യുപ്മെന്റ്സ് അവിടെ കൊണ്ടുവന്നിരുന്നു. ഒരു കവർ നിറച്ച് ഉസ്മാൻ സാർ കൊണ്ടുവന്നിരുന്നു. പക്ഷെ അതിനൊന്നും നമുക്ക് സമയം കിട്ടി. പിന്നെ അതൊക്കെ വരാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. അടുത്ത RTP ഇതിനേക്കാൾ ഗംഭീരമായിരിക്കും. കാരണം ഒരു പക്ഷേ ഉസ്മാൻ സാർ കൊണ്ട കവറുകൾ എല്ലാവരും കണ്ടു, കയറ് കണ്ടുതന്നെ, ഒരു റൗണ്ടിലുള്ള സാധനങ്ങളും ബോളുകൾ കൊടുക്കുന്നുണ്ട്, ഒരുപാട് എക്യുപ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും തൊടാനുള്ള സമയം കിട്ടില്ല. കാരണം എന്തുകൊണ്ട് വെച്ചാൽ നമ്മളൊക്കെ പ്രൗഡാണ്. കാരണം റിലയൻസ് അക്കാദമി ഇന്നേ വരെയൊക്കെ ഒരു പ്രോഗ്രാം നടത്തില്ല. കാരണം ഒരാഴ്ച വെച്ച് നടത്തിയാലും RTP സബ്ജക്ട് തീരൂല, അതിന്റെ ഇൻഫർമേഷൻ തീരൂല. ഉസ്മാൻ സാറിന് എന്തൊക്കെ സംസാരിക്കാൻ, എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചു. ഈ പ്രോഗ്രാം ബ്രെയിൻ, അതേപോലെ തന്നെ നമ്മളെ ഏറ്റവും ഇഷ്ടമായിട്ടൊരു സംഗതി നമ്മളെ പേപ്പർ വെച്ചിങ്ങണ്ട് ഓരോരുത്തരുടെ പേരുകൾ നമ്മൾ പേരെഴുതിങ്ങണ്ട് നിങ്ങളുടെ ഗുണങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ചേഞ്ചസ് മാറ്റം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു. അതേപോലെ തന്നെ ഗ്രൂപ്പായിട്ട് ഇരുന്ന് സംസാരിച്ചു. നല്ല എല്ലാവരും ഞാൻ പറയട്ടെ, അവിടെ വന്ന 100 കണക്കിന് ആളുകൾ എല്ലാവരും എക്സൈറ്റ്മെന്റിന്റെ ഭാഗമായിരുന്നു. കാരണം ഒരാൾ പോലും സാർ അത് മോശമായിട്ടുണ്ട് ഒരാളുടെ ഭാഗത്തില്ല. ഫുഡിന്റെ കാര്യത്തിലായിക്കോട്ടെ, മറ്റുള്ള എല്ലാ കാര്യത്തിലായിക്കോട്ടെ ഗംഭീരമായിട്ട് ഇന്നും സന്തോഷത്തിലാണ്. കാരണം ആ ഒരു മൊമെന്റ് നമ്മൾ ആലോചിക്കുമ്പോൾ എന്താ ഒരു പ്രത്യേക ഒരു എനർജി ഇങ്ങോട്ട് കടന്നു വരാണ്ട്. എന്തായാലും അക്കാദമിക്കും അതേപോലെ തന്നെ അവിടെ വന്നത് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. സംസാരിക്കാൻ സൗണ്ടൊന്നും ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല, അത്രയും ഉണ്ടായിരുന്നു. എഫേർട്ട് എടുത്തിട്ടുണ്ട്. റിസൾട്ട് ഇൻഷാ അല്ലാഹ് പഠനതന്ത്രം തരും എന്നുള്ള രൂപത്തിലാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, ഇനി ഒരുപാട് ലീഡേഴ്സ് സംസാരിക്കാനുണ്ടായത് കൊണ്ട് താങ്ക് യു. ഓക്കെ, ബൈ ഇസ്മാൽ. താങ്ക് യു സാർ. താങ്ക് യു വൈസ് സാർ. വളരെ ഗംഭീരമായിട്ട് ഒരുപാട് ചർച്ച ചെയ്തു. എന്തായാലും എക്സൈറ്റിംഗ് ആണ്. ഞങ്ങൾ ഓരോരുത്തരും നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ RTP കഴിഞ്ഞ ഉടനെ തന്നെ സാജിദ് ഭായ മൈക്ക് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യും. ഓക്കെ, അപ്പോൾ RTP കഴിഞ്ഞ ഉടനെ തന്നെ ഏകദേശം സീരിയസ് ആയിട്ട് എല്ലാവരും ഗ്രൗണ്ടിൽ ഇറങ്ങി പല ക്ലോസിങ്ങൾ നടത്തി. 2 ദിവസമാണെങ്കിൽ പോലും ഇന്നത്തെ ക്ലോസിംഗ് വളരെ ഉഷാരമായി നടത്തി. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 6 മാസം വരെ ഒരു RTPയുടെ ആ ഒരു സ്പിരിറ്റ് 6 മാസം വരെ നമുക്ക് നിലകൊള്ളിക്കാൻ പറ്റണം. അതിന് ഏറ്റവും ഉതകുന്ന രീതിയിൽ നമുക്ക് സാറ് സൂചിപ്പിച്ചു, വൈസ് സാറും ഉസ്മാൻ സാറും സൂചിപ്പിച്ച മാതിരി തന്നെ അടുത്തൊരു മാസത്തിനുള്ളിൽ നമുക്കൊരു വലിയൊരു ഗ്രാൻഡ് ഇവന്റ് NT സെലിബ്രേഷൻ വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് 1000 മെമ്പേഴ്സ് ജാം പാക്ഡ് ആയിട്ട് ഒരു ഹോള് ഫുള്ളാക്കിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ ലീഡർമാർ അറിയിക്കും. അപ്പൊ ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് പല സമയങ്ങളിലും നമുക്കുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സാർ പറഞ്ഞ പോലെ തന്നെ അവസാനം പറമ്പ് തരുന്ന ടീമാണ് നമ്മൾ. ലാസ്റ്റ് ആ ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യല്, സാധാരണഗതിയിലൊക്കെ നമ്മൾ തെരച്ചിലുള്ളത്. അത് മാറിയിട്ട് നമ്മൾ ആദ്യം മുതൽ ഇപ്പൊ 1000 ആൾക്കാർ കൊണ്ടുവരാന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ വർക്ക് എടുക്കുമ്പോൾ 5 വർക്ക് എടുത്താൽ അതിന് 3 ആൾക്കാരെ ടിക്ക് ചെയ്യുക, അവർക്ക് ടിക്കറ്റ് എന്ത് ചെയ്യുന്നതിന് ബുക്ക് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുക, ഓരോ ദിവസം ബുക്ക് ചെയ്യുമ്പോൾ 30 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്വന്തമായിട്ട് 1000 ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ രീതിയിലേക്ക് എന്ത് ചെയ്യണം, മാറണം. മാക്സിമം ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ ഒരു കാര്യം ഉറപ്പാണ്, ശരിക്കും SBGയുടെ പോലും കണ്ണ് തള്ളിക്കുന്ന രീതിയിലേക്കായിരുന്നു നമ്മൾ RTP വന്നത്. അൽത്താഫ് അവിടെ പറഞ്ഞു സൂചിപ്പിച്ച് വാക്കുണ്ട്. ഈവൻ വൈസാർ പറഞ്ഞ പോലെ 4 ദിവസം പോണ്ടിലായതുകൊണ്ട് പൂളിലായതുകൊണ്ട് സൗണ്ടിന് ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ പറഞ്ഞ വെച്ചാല് അവിടെ പറഞ്ഞു, അൽത്താഫ് സാർ പറഞ്ഞ പോയിന്റ് ഉണ്ട്, മനോജ് സാർ ഇല്ലാത്തതുപോലെ നമ്മൾ അറിഞ്ഞിട്ടില്ല അല്ലെ. ജസ്റ്റ് ഗസ്റ്റുകളിൽ എന്തിനായിരുന്നു, മനോജ് സാർ ഉണ്ടായിരുന്നു. മനോജ് സാർ എന്നല്ല, അൽത്താഫ് സാർ, ഇപ്പൊ ഷുഹൈബ് സാർ, അൽത്താഫ് സാർ വന്നില്ലെങ്കിൽ പോലും
നമുക്ക് അതിന്റെ ഒരു കുറവുണ്ടായിരുന്നില്ല. കാരണം ആ രീതിയിലേക്ക് നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു, വെൽ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ വളർന്നിട്ടുണ്ട് ട്രെയിനേഴ്സ് അക്കാഡമി. ഇനി ഈ വളർച്ച എൻകാഷ് ചെയ്യേണ്ടത്, ഇത് മുതലെടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരാണ്. ട്രെയിനേഴ്സ് അക്കാഡമി വെച്ചുകൊണ്ട് നിങ്ങൾ എവിടെ പോകുന്ന സമയത്തും, നിങ്ങൾ പ്രസന്റേഷൻ വാങ്ങുന്ന സമയത്തും ഏത് സമയത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ട്രെയിനേഴ്സ് അക്കാഡമി അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എടുത്ത് കാണിക്കാൻ പറ്റും. അതാണ് മെയിൻ പോയിന്റ്. അപ്പൊ അതിനുള്ള പറ്റുന്ന ഒരു RTP കഴിഞ്ഞു. നമ്മൾ അവിടുന്ന് പോരുന്ന സമയത്ത് OSR പ്ലാൻ ചെയ്തത് അടുത്തൊരു RTP 2 നൈറ്റ് 3 പകലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കാരണം 2 ദിവസം കൊണ്ട് എന്താകുന്നില്ല, തികയുന്നില്ല. കാരണം പല ആൾക്കാർക്കും പല കാര്യങ്ങളിലേക്ക് ഇൻവോൾവ്മെന്റ് അറിയിക്കാനും പറ്റുന്നില്ല. അപ്പൊ ഇൻഷാല്ല ആ കാര്യത്തിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബോട്ട് കോൺടെസ്റ്റുമായി സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത്രേ ഉള്ളൂ, എന്റെ ഒരു ചെറിയ അഭിപ്രായമാണ്, നമുക്ക് ഒരു ബിസിനസ്സാണ് നമ്മൾ ചെയ്യണത്, നമുക്ക് മാക്സിമം ഈ ബിസിനസിന്റെ അറ്റം കണ്ടേ മടങ്ങൂ എന്ന് തീരുമാനിച്ച ആൾക്കാരൊക്കെ, ഞങ്ങളൊക്കെ ലീഡർഷിപ്പിലേക്ക് വന്ന സമയത്ത് ഞങ്ങൾ ചെയ്തൊരു കാര്യത്രേ ഉള്ളൂ, ഒരു ബെറിസ്റ്റാറായ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു 50,000 രൂപക്കാണ് സ്റ്റോക്ക് എടുത്തു. കാരണം ബിസിനസ്സാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, ഒരു അച്ചീവർ ആവാം. നിങ്ങളിതിൽ ഇനി സ്റ്റാർട്ടിംഗ് ഡിസ്ട്രിബ്യൂട്ടറിലും തീരുമാനമെടുത്ത ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടെങ്കിൽ, ഞാൻ വീണ്ടും വൺസ് അഗൈൻ റിപ്പീറ്റ് ഓൺ മൈ വേർഡ്സ്, തീരുമാനം എടുത്ത ഒരു ലീഡർ ഉണ്ടെങ്കിൽ അയാൾക്ക് ധൈര്യപൂർവ്വം ഒരു 50,000 രൂപക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് ഇറക്കാം. കാരണം അതൊരു ബിസിനസ്സാണ്. ഈ ബിസിനസ്സിൽ എന്തായാലും നമ്മൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ പ്രൊഡക്റ്റും പോകുന്നുണ്ടാവും, അതേ സമയത്ത് പ്രോസ്പെക്റ്റിംഗ് നടക്കും, മാക്സിമം ബിസിനസ് ടേൺ ഓവർ കൂട്ടാനും സാധിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് അച്ചീവർ ആവാം. അതേ സമയത്ത് നിങ്ങൾ പുതുതായി കൊണ്ടുവരുന്ന ആളുകളെ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം നിങ്ങൾ ചെയ്തുകൊണ്ട് പറയാം, ഞാൻ ഓൾറെഡി 50,000 രൂപക്ക് എന്ത് ചെയ്തു, സ്റ്റോക്ക് ഇറക്കി. കാരണം ബിസിനസ്സാണ് എന്ന രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഗഡ്സും കിട്ടും. അപ്പൊ ഇതില് എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഫാസ്റ്റ് ട്രാക്കറിന്റെ താഴത്തുള്ള എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും, ബെറിസ്റ്റാറും, BW സ്റ്റാറും, നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ്, നിങ്ങൾ ഈ ബിസിനസ്സിന് അറ്റം കണ്ടേ മടങ്ങും എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമുക്ക് മൈൻഡ് ബ്രെയിൻ റീപ്രോഗ്രാമിംഗ് നടന്നു കഴിഞ്ഞതാണ്, അങ്ങനെ തീരുമാനമെടുത്ത വ്യക്തികൾ എന്ത് ചെയ്യുക, ഒരു 50,000 എന്ത് ചെയ്യുക, ഒരു ഹോം ഷോപ്പ് ആയിട്ട് എന്ത് ചെയ്യുക, സ്റ്റോക്ക് ഇറക്കുക. കാരണം ഏത് ഉൽപ്പന്നം ഏത് സമയത്തും ഒപ്പം PUC-യിലും മറ്റു PUC-യിലും സ്റ്റോക്ക് ഔട്ട് ആകുന്നുണ്ട്. അപ്പൊ ആ ഉൽപ്പന്നം നമ്മുടെ കയ്യിൽ ഒരിക്കലും സ്റ്റോക്ക് ഔട്ട് ആകരുത്. അതാണ് ബിസിനസ്മാന്റെ ചിന്താഗതി. അപ്പൊ ആ രീതിയിലേക്ക് മാറാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മള് സീരിയസ് ആയി ശ്രദ്ധിക്കേണ്ടത്, അടുത്തൊരു 2026 ആകുന്ന സമയത്ത് ട്രെയിനേഴ്സ് അക്കാഡമിന്റെ വളർച്ച വീണ്ടും കൂടുന്നേ ഉള്ളൂ. അത് നമ്മുടെ വളർച്ച എത്രത്തോളം എത്തിക്കാൻ പറ്റും, നമ്മൾ ഓരോരുത്തരും വളർച്ച. ഉദാഹരണം, ഇതിൽ നിന്നിപ്പോ ബെറിസ്റ്റാറിൽ നിൽക്കുന്ന വ്യക്തിക്ക് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ഒരു 6 മാസം കൊണ്ട് STC പിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോ TC റാങ്കിൽ നിൽക്കുന്ന വ്യക്തിക്ക് എങ്ങനെ STC കവർ ചെയ്ത് ടച്ചിങ് RTC ആവാൻ പറ്റും, ഈ രീതിയിലേക്കൊക്കെ ചിന്തിക്കാൻ പ്ലാൻ ചെയ്യാം. അത് നിങ്ങൾ കൃത്യമായി ലീഡർമാരുമായിട്ട് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യാം. ആൻഡ് ഫൈനലി സാർ പറഞ്ഞു വെച്ച കാര്യം പറയാനുള്ളത്, നമ്മുടെ പ്രോഗ്രാം അത് കളർഫുൾ ആക്കുന്ന നമ്മൾ ഉത്തരവാദിത്തമാണ്. ഇനി പഠനം കണ്ടില്ല, നമുക്ക് എന്തായാലും RTPക്ക് വരാത്തവർക്ക് തീരാ നഷ്ടമാണ്, സങ്കടം മാത്രം ബാക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനൊരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോൾ പ്രോഗ്രാം അനൗൺസ് ചെയ്താലും നമ്മളൊരു പ്രോഗ്രാം പ്രൊമോട്ടർ ആയിട്ടും ഒരു പ്രോഗ്രാം കളർഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആളായിട്ടും മാറണം. ഒരിക്കലും എന്ത് ചെയ്ത് അതിൽ നിന്ന് വിട്ടു നിൽക്കരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കാം. അതേ സമയത്ത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ NTC സെലിബ്രേഷൻ സമയത്ത് നമുക്ക് നിരവധി റാങ്കുകൾ നമുക്ക് അവിടെ നിരത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ബ്രാൻഡ് ന്യൂ TC-കൾ വേണം, ATC-കൾ വേണം, ഫാസ്റ്റ് ട്രാക്ക് നമ്മളെ DTC-കൾ വേണം, ZTC-കൾ വേണം, STC-കൾ വേണം. ഇൻഷാ അല്ലാഹ് ഒരു കുറച്ച് RTC-കളും ഇൻഷാ അല്ലാഹ് അവിടെ ബ്രാൻഡ് ന്യൂസ് ആയിട്ട് വരുന്നുണ്ടാവും. അപ്പൊ നമുക്കതൊക്കെ അടിച്ചു പൊളിക്കണം. നമുക്ക് പറയാം, നമ്മളെ ബിസിനസ്സിൽ നമ്മുടെ വാല്യൂ, നമ്മുടെ മൂല്യം, നമ്മുടെ ഈ ട്രെയിനേഴ്സ് അക്കാഡമിന്റെ മൂല്യം, ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വിൽക്കേണ്ടത്. ഇത് വിറ്റാണ് നമ്മൾ ജയിക്കുള്ളൂ. കാരണം നമ്മളടങ്ങുന്നവരാണ് ട്രെയിനേഴ്സ് അക്കാഡമി. അപ്പൊ ആ രീതിയിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ സെല് ചെയ്യാൻ നോക്കുക. കാരണം ഇസ്മായിൽ സാറ് ആ ഒരു സമയത്ത് ഞങ്ങളോട് സൂചിപ്പിച്ച കാര്യം ഉണ്ടായിരുന്നു, ഈവൻ ട്രെയിനേഴ്സ് അക്കാഡമിന്റെ പഞ്ചും പവറും മനസ്സിലാക്കിയിട്ട് പുറമേ നിന്ന് പല ടീമിനും വർക്ക് ചെയ്ത് ID കട്ടായ പല ആൾക്കാരും വീണ്ടും റീജോയിൻ ചെയ്യാൻ വന്ന് തെരഞ്ഞു വന്ന ലീഡർഷിപ്പ് അത് ട്രെയിനേഴ്സ് അക്കാഡമി ആയിരുന്നു. വി ആർ പ്രൗഡ് ആസ് എ ട്രെയിനേഴ്സ് അക്കാഡമി മെമ്പർ. ഞാൻ പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ഒരു ട്രെയിനേഴ്സ് അക്കാഡമി എന്നുള്ള രീതിയിൽ നമ്മൾ പ്രൗഡാണ്, അഭിമാനം കൊള്ളുന്ന ആളുകളാണ്. ആ രീതിയിലേക്ക് ട്രെയിനേഴ്സ് അക്കാഡമി വളർന്നിട്ടുണ്ട്. ഇനി മനസ്സിലാക്കേണ്ടത്, മുറ്റത്തെ പുല്ലക്ക് മണമില്ല എന്ന് പറയുമ്പോൾ നമുക്കിപ്പോഴും മണം കിട്ടിയിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ അത്തരങ്ങളിൽ വാങ്ങിയിട്ട് എന്ത് ചെയ്യാം, മൂക്കത്ത് വെക്കുക, ഇത് മണക്കുക, ഇതേ നമുക്ക് നിവർത്തിയുള്ളൂ. ആ രീതിയിലേക്ക് വളർന്നിട്ടുണ്ട് ട്രെയിനേഴ്സ് അക്കാഡമി. സോ എല്ലാവരും പ്രൗഡാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത RTP പൊളിക്കണം, തിമിർക്കണം, ആ രീതിയിലേക്ക് മാറും. ഇതിന്റെ വീഡിയോസ് ഒക്കെ ഇൻഷാ അല്ലാഹ് വളരെ വൈകാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതൊക്കെ മാക്സിമം നിങ്ങൾ മുതലെടുക്കുക, അത് മാർക്കറ്റ് ചെയ്യുക, അത് വിൽക്കുക, അതിലൂടെ എന്ത് ചെയ്യുക, ബിസിനസ് ടേൺ ഓവർ ഉണ്ടാക്കുക. അപ്പൊ ഈ കോൺടെസ്റ്റിന്റെ കാര്യം മറക്കരുത്. സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ആദ്യമായിട്ട് നമ്മൾ കോൺടെസ്റ്റ് അച്ചീവർ ആവുക, എന്നിട്ട് മറ്റുള്ളവർ എന്ത് ചെയ്യുക, അച്ചീവേഴ്സ് ആക്കുക. സോ എല്ലാവർക്കും നമുക്ക് നേരുന്നു. താങ്ക് യു. വിഷ്വൽ സക്സസ്. And back to Mustafa Sarol, Bindu Krishna. Good morning. Come on. Okay. Thank you, Janish. Good morning, all of you. Good morning.
കേൾക്കുന്നില്ലേ? മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഓക്കെ. എന്തായാലും പറയാനുള്ളത് ഇതാണ്. ആർ ടി പി എല്ലാവരും വായ തോരാതെ സംസാരിക്കുന്ന ഒരു വാക്ക് തന്നെയാണ് RTP. കാരണം അത്രയും പവർഫുൾ ആയിരുന്നു, ഗംഭീരായിരുന്നു. നമുക്കറിയാൻ പറ്റും. നമുക്ക് അതിൽ നിന്ന് ഓരോ സെഷനും എടുത്ത് പറയാം. അതിന് സാർ അത്രത്തോളം നമ്മുടെ മൈൻഡ് ക്ലിയർ ആക്കി. കാരണം കഴുകി നമ്മുടെ ആദ്യത്തെ മൈൻഡ് എന്തായിരുന്നു അതിനെ കഴുകി തുടച്ച് വൃത്തിയാക്കി വേറൊരു കാര്യങ്ങൾ മൈൻഡിലേക്ക് കയറ്റി തന്നു സാറ്. കാരണം അത്രയും പവർഫുൾ ആയിരുന്നു എന്ന് പറയാൻ പറ്റും. നമുക്കറിയാം നമ്മുടെ ടീമിൽ പോയി സംസാരിച്ചാൽ എല്ലാവർക്കും പറയുന്ന ഒരു അതിശയകരമായ കാര്യം തന്നെയാണ് ഓരോരുത്തരും സംസാരിക്കുന്നത്. കാരണം RTPയെ കുറിച്ച് ഞങ്ങൾ ഇത്രയും വലിയൊരു ക്ലാസ് ഞങ്ങൾ കേട്ടിട്ടില്ല, കാരണം വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ നഷ്ടം ഇത്രയായിരുന്നു എന്നുള്ളത് ഓരോ വ്യക്തികളും പറയുന്ന സമയത്ത് നമുക്ക് തന്നെ അതിശയം തോന്നും. കാരണം അവര് ആദ്യമായിട്ട് RTP പങ്കെടുക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ആദ്യത്തെ RTP പങ്കെടുത്ത ആളുകളാണെങ്കിൽ അവർ സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള രീതിയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇനി നമ്മുടെ മൈൻഡ് നമ്മളെ ക്ലിയർ ആക്കി വന്നു, എല്ലാവരും മൈൻഡ് റീജോയിൻ ചെയ്ത് വന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യാനുള്ളത് നമ്മുടെ ബോട്ട് അച്ചീവ്മെന്റ് ആണ്. അടുത്ത് നമുക്ക് വരുന്നതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, മാക്സിമം ആളുകളെ നമ്മള് ഇപ്പൊ ജുനൈദ് സാറ് പറഞ്ഞ പോലെ തന്നെ മാക്സിമം ആളുകളെ നമ്മൾ ബിസിനസ്സിലാണ് വന്നിട്ടുള്ളത് എന്നുള്ള ബോധം നമ്മുടെ മൈൻഡിൽ വേണം. അല്ലാതെ ഒരു 10,000 ഒരു 10,000 ഒരു 1,000 രൂപയ്ക്ക് എന്നുള്ള ആ മൈൻഡ് പോയാൽ നമുക്ക് ഇനി എവിടെ എത്തിപ്പെടാൻ കഴിയില്ല. കാരണം നമ്മളെ ടീമും അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മറ്റുള്ള മൈരേഫിലെ ആളുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളത് ഈ 1,000 രൂപയ്ക്ക് എടുത്തോ അല്ലെങ്കിൽ 5,000 രൂപയ്ക്ക് എടുത്തോ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ പുറകോട്ടേ പോകാനുണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ ബിസിനസ് മൈൻഡോട് കൂടി തന്നെ 50,000 കോച്ചിങ് ചെയ്യാൻ എന്താണ് വിഷമം? 50,000 കാരണം ബിസിനസ് മൈൻഡ് ഉള്ള ഒരു വ്യക്തിയോട് നമ്മളത് പറയുന്ന സമയത്ത് 50,000 പറയുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ 50,000 ഒരു വിഷയം ആയിരിക്കില്ല. പക്ഷെ നമ്മൾ പറയുന്നിടത്തേക്ക് നമുക്ക് നമ്മുടെ ബിസിനസ് മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞ് കോച്ചിങ് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇനി മാക്സിമം ബോട്ട് അച്ചീവ്മെന്റിനെ ചെയ്യിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ആ ബോട്ട് അച്ചീവ്മെന്റ് നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി, ഇനിയും കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ആളുകൾ അവിടെ എത്തിക്കണം. അല്ലാതെ നമുക്കറിയാം സാറ് ഓരോ സെഷനും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ക്ലിയർ ആവും. നമുക്ക് നമ്മുടെ കൂടെ വന്ന ആളുകളെ നമുക്ക് അച്ചീവ് ചെയ്യിക്കാനും ഗ്രോത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ പ്രോഗ്രാം ഏത് പ്രോഗ്രാമാണ് വരുന്നത് ആ പ്രോഗ്രാമിലേക്ക് അടിച്ചു കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഗ്രോത്ത് കൂട്ടുള്ളൂ. കാരണം നമുക്കറിയാം പ്രോഗ്രാമാണ് ഇതിന്റെ നട്ടല്. അപ്പൊ നമുക്കറിയാം ഇനിയിപ്പോ NTC സെലിബ്രേഷൻ നമ്മൾ സാറിനല്ല വെക്കുന്നത്, നമ്മളാണ് വെക്കുന്നത്. അപ്പൊ അത് ആ ഒരു പ്രോഗ്രാം നമ്മൾ എങ്ങനെ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് നമ്മുടെ വിഷ്വലേഷൻ പോലെ ഇരിക്കും. അതപ്പോ നമ്മൾ എന്തായാലും ഞാൻ പറയാം, ഇനി കൂടുതൽ സമയം പ്രോഗ്രാമിലേക്ക് നമുക്ക് ആളുകളെ അടിച്ചേറ്റ് അതുപോലെ NTC സെലിബ്രേഷൻ നമുക്ക് സെറ്റ് ആക്കണം. എല്ലാവരും കൂടിയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നമുക്കറിയാൻ പറ്റും. നമ്മുടെ ആ ഹാളിൽ നിറയുന്ന ആളുകളല്ല നമുക്കുള്ളത്. കാരണം നമുക്ക് ഒരുപാട് ആളുകൾ ഉണ്ട്. അപ്പൊ ബാക്കിലേക്ക് വെക്കരുത് ആരും, എല്ലാവരും മുന്നോട്ട് തന്നെ വരണം. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു പ്രോഗ്രാമിനെ സെറ്റ് ആക്കി എടുക്കണം. അതേപോലെ നമുക്ക് ബോട്ട് യാത്ര നമുക്ക് മാക്സിമം ആളുകൾ അടിച്ചു കയറ്റണം. എന്തായാലും ഓക്കെ, താങ്ക് യു. വിഷോൾ സക്സസ്, ഗോഡ് ബ്ലെസ് യു. നെക്സ്റ്റ് ആരെങ്കിലും ഇനി STC ആരെങ്കിലും കുഴപ്പമില്ല, പ്ലീസ്. താങ്ക് യു ബിന്ദു മാഡം ആൻഡ് താങ്ക് യു ഓൾ ദി ലീഡേഴ്സ് ഹു സ്പോക്ക്. ഇനി ആരെങ്കിലും ആകണം? STC ഉണ്ടോ ആരെങ്കിലും? ഇനി STC ഇന്ന് മലപ്പുറം GTS ആണ്. എല്ലാവരും മാക്സിമം ആളുകളായിട്ട് മലപ്പുറം GTS എത്തണം. ഓക്കെ, STCകളെ കാണപ്പെടുന്നില്ല. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും പങ്കെടുപ്പിൽ നന്ദി അറിയിക്കുന്നു. ലീഡർമാർ പറഞ്ഞ കാര്യം മറക്കല്ലേ, ഇന്ന് തൊട്ട് ഫയറായിട്ട് ഗ്രൗണ്ടിൽ ഉണ്ടാവട്ടെ. മഴ, വെയിൽ, കാറ്റ്, മഴ എല്ലാം ഉണ്ടാകും, സൂക്ഷിക്കുക. സംസാരിക്കുന്നുണ്ടോ? ഹലോ, സംസാരിക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല, ഞാൻ കേൾക്കുന്നില്ല. ഹലോ, വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഓക്കെ, ആരെയും സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. STCകൾ ആരെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നു. മൈക്ക് ഓൺ ചെയ്തിട്ടില്ല. ആരും ഞാൻ മൈക്ക് ഓൺ ആക്കിയിട്ടില്ലേ? എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ, എൻ്റെ മൈക്ക് കേൾക്കാത്ത പ്രശ്നമുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സാജി സാർ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സാറിന്റെ സൗണ്ട് കേൾക്കുന്നില്ല കേട്ടോ. സാറിന്റെ സൗണ്ട് കേൾക്കുന്നില്ല. ഓ ഓക്കെ, അവിടെ പോയി മൈക്ക. ജസ്റ്റ് വെയിറ്റ്. വോയിസർ മെസ്സേജ് പറഞ്ഞോ, സൗണ്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാലും കേൾക്കൂല ചിലപ്പോ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ,
എവിടെയാണ് മൈക്കയുടെ പ്രശ്നം വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേ ബി